ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ശ്രുതി അശ്വിൻ സർവേ ചെയ്യുന്ന കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നു. ഈ സമയം അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ പറയാം, എന്തായാലും വെയിറ്റർ വരാൻ താമസിച്ചെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ, 5 സ്റ്റാർ ഹോട്ടലിലെ വെയിറ്ററാന്നേ പറയൂ. അപ്പോൾ അടുത്തിരിക്കുന്ന പെൺകുട്ടി പറയാം, അല്ല കല്യാണ ചെക്കൻ്റെ ലുക്കുണ്ട്. ഇതെല്ലാം ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് വെയിറ്റർ കുറച്ച് വെള്ളം തന്നെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാം, ചേട്ടൻ എന്താ പറഞ്ഞത്, വെയിറ്റർ ഒന്നോ? ഇത് വെയിറ്റർ ഒന്നും അല്ല. അപ്പോൾ അവിടെ നിന്ന് പെൺകുട്ടികൾ ചോദിക്കുക, പിന്നെ ഇത് ആരാ ചേച്ചി? അപ്പോൾ ശ്രുതി പറയുകയാണ്, അത് പിന്നെ പ്രീതി ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ ചേട്ടനാണ്, അശ്വിൻ സായിറാം. ആ പെൺകുട്ടി പറയാണ്, അയ്യോ സോറി ചേച്ചി, ഞാൻ കരുതിയ ചേച്ചി ഏർപ്പാടാക്കിയ കാറ്ററിങ്ങിൻ്റെ ആളാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് അശ്വിൻ നിന്ന് ചിരിക്കുകയാണ്. ഈ സമയം ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ശ്രുതി അശ്വിനോട് പറയുകയാണ്, സാർ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ആൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അശ്വിൻ പറയുകയാണ്, അപ്പോൾ പിന്നെ ശരി ഞാൻ പോട്ടെ, എല്ലാത്തിനും ചേർത്ത് കല്യാണം കഴിഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞാൽ മതി. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ ഇപ്പോൾ പറഞ്ഞേ? അപ്പോൾ അശ്വിൻ പറയുകയാണ്, പ്രീതിയുടെ ആകാശിൻ്റെ കല്യാണത്തിന് ശേഷം ഇതിനെല്ലാം കൂടി ചേർത്ത് താങ്ക്സ് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞ് അശ്വിൻ പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ പുറകെ ഓടി ചെന്നിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അശ്വിൻ ചോദിക്കുക, എന്ത് പറ്റി? ഇല്ല സാർ ഒന്നുമില്ല, ബായ് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. രണ്ടുപേരും പരസ്പരം നോക്കി നിന്ന് ബായൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ കാറിൽ കയറി പോകുന്നത് കണ്ടിട്ട് നോക്കി ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ശ്രുതി പറയുകയാണ്, ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് രാമേട്ടൻ എല്ലാവർക്കും ചായ കൊടുക്കുന്നു. മനോരമയ്ക്ക് വേണ്ട എന്ന് പറയുന്നു. ഈ സമയം മുത്തശ്ശി ചോദിക്കുക, അല്ല അഞ്ജലി ഇതുവരെ കണ്ടില്ലല്ലോ? അപ്പോൾ മനോരമ പറയുകയാണ്, അഞ്ജലി ടെമ്പിളിൽ പോയതല്ലേ, ടെമ്പിളിൽ പോയാൽ അവള് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് പോലെ ഫോർഗോട്ട് ചെയ്യും. കാണുന്നിടത്തെല്ലാം ചുറ്റി തൊഴുതിട്ട് ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ നോക്കിയാൽ മതി. ഈ സമയം ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാം, ദേ പെണ്ണുവീട്ടുകാരെ എത്തിയെന്നാ തോന്നുന്നത്. മനോരമ പറയാം, ഇവരെന്തിനാ ഈ സമയത്ത് വന്നത്? ഇവര് കെട്ടിയെടുക്കാൻ കണ്ട സമയം. ഇത് കേട്ടിട്ട് മനോരമയുടെ ഭർത്താവ് പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് സംസാരിക്കാം, അതുപോലല്ല വരുന്ന ഗസ്റ്റുകളുടെ മുന്നിൽ. അപ്പോൾ മനോരമ പറയാം, ഷട്ടപ്പ് മോനേട്ടാ, ഐ നോ വെരി വെൽ. വരുന്ന ഗസ്റ്റുകളുടെ മുന്നിൽ എങ്ങനെ ബിവറേജ് ചെയ്യണമെന്ന് എനിക്കറിയാം, നിങ്ങളെക്കാട്ടി നല്ലപോലെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ മോഹനൻ പറയുകയാണ്, ബിവറേജ് അല്ല ബിഹേവ്. അപ്പോൾ മനോരമ പറയാം, ദേ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും നോക്കണ്ട. മുത്തശ്ശിയും മോഹനെ എഴുന്നേറ്റ് പോകുമ്പോൾ മനോരമയും കൂടെ പോകുന്നു. ഈ സമയം ശ്യാമാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നിട്ട് അഞ്ജലി ഫോൺ ചെയ്തിട്ട് രാജകുമാരി എവിടെയാണെന്ന് ചോദിക്കുന്നു. അഞ്ജലി ആണെങ്കിൽ സന്തോഷത്തിൽ ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ ഗണപതി കോവിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്യാം ചോദിക്കുകയാണ്, രാജകുമാരി സേഫ് അല്ലേ? അഞ്ജലി ചോദിക്കുക, അതെന്താ സേഫ് അല്ലെന്ന് തോന്നിയോ? ശ്യാം പറയാം, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മോളിങ് വരണേ. ഇത് കേട്ടിട്ട് അഞ്ജലി ചോദിക്കുക, അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ? ശ്യാം പറയുകയാണ്, അത് പിന്നെ മനോരമ ആൻറ്റിയും മുത്തശ്ശിയും എല്ലാം നിന്നെ കാത്തിരിക്കുകയല്ലേ അഞ്ജലി, അവർ മാത്രമാണ് എന്നെ കാത്തിരിക്കുന്നത്, വേറെ ആരും കാത്തിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം ആണെങ്കിൽ ചിരിച്ചുകൊണ്ട്, അത് പിന്നെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ശ്യാം, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം, ഇത്ര പെട്ടെന്നോ? ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അഞ്ജലി ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ശ്യാം പറയുകയാണ്, നീ അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. എന്ത് ചെയ്യാൻ അഞ്ജലി, എനിക്കിത് ചെയ്തല്ലേ പറ്റൂ. പാവം എൻ്റെ രാജകുമാരിയുടെ ചേതനേറ്റ ശരീരമായിരിക്കും ഈ കല്യാണ വീട്ടിലേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ശ്യാം ഇരുന്ന് ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതിയുടെ അങ്കിളിനെ ആൻറ്റി എല്ലാവരെയും മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ മുത്തശ്ശി അവരോട് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണെന്ന് പറയുമ്പോൾ മനോരമ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിപ്പോൾ ഉന്തുവണ്ടിയിൽ 2 ഭരണി എടുത്ത് വെച്ചാലും സൂപ്പർ മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു മുറി കടയുണ്ടെങ്കിൽ പിന്നെ മാളാണെന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശ്രുതിക്ക് സങ്കടമാവുന്നു. മുത്തശ്ശിയാണെങ്കിൽ വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടി അകത്തേക്ക് പോകുന്നു. ഈ സമയം ശ്രുതിയാണെങ്കിൽ മുകളിൽ അശ്വിനുണ്ടോ എന്നിങ്ങനെ നോക്കുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അശ്വിനാണെങ്കിൽ പുറകെ വന്ന് ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നു. ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ കാണുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നിട്ട് അശ്വിനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. ശ്രുതിക്കും സന്തോഷമാവുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് രാമേട്ടൻ കുറേ സാരികൾ എടുത്തിട്ട് മുത്തശ്ശിയോട് പറയുകയാണ്, ദേ എല്ലാവർക്കുള്ള സാരി ഇതിലുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയോട് പറയാം, ശ്രുതി നിനക്ക് ഇഷ്ടമുള്ള സാരി നീ ഇതിൽ നിന്ന് എടുത്തോ എന്ന് പറയുമ്പോൾ ശ്രുതി വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും മുത്തശ്ശി സമ്മതിക്കുന്നില്ല. അങ്ങനെ ശ്രുതി സാരി സെലക്ട് ചെയ്യുന്നു. ശ്രുതി ആദ്യം ഒരു സാരി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് താഴെ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയാം, നിനക്ക് ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്യുക. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സാരി എടുത്തിട്ട് ഇതെങ്ങനെയുണ്ട് ശ്രുതിക്കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അശ്വിനാണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് പറയുകയാണ്, അത് പിന്നെ ഇതൊന്നും വേണ്ട, നീ ആദ്യം സെലക്ട് ചെയ്ത ആ സ്റ്റഫ് മതി, അതാണ് നല്ല മാച്ച്. അപ്പോൾ ഈ സമയം എനിക്കാണെങ്കിൽ ഒരു പച്ച സാരി സെലക്ട് ചെയ്തിട്ട് ശ്രുതിക്കുട്ടിക്ക് ഇത് നല്ല മാച്ച് ആയിരിക്കും എന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് പറയാം, അതൊന്നും വേണ്ട,
ഞാൻ പറഞ്ഞില്ലേ ആദ്യം സെലക്ട് ചെയ്ത ആ സ്റ്റഫ് തന്നെ മതി. ഇതെല്ലാം ശ്രുതി കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അശ്വൻ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആദ്യം സെലക്ട് ചെയ്ത ആ സ്റ്റഫ് തന്നെയാണ് നല്ലത്, കൂടുതൽ മാച്ച് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നു. അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഏതാ സെലക്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കുക, അല്ല ശ്രുതി, നീ സാരി സെലക്ട് ചെയ്തോ, ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ശ്രുതി ആദ്യം സെലക്ട് ചെയ്ത ആ സാരി തന്നെ കാണിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇത് മതി മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ തന്നെ അശ്വിന് സന്തോഷമാവുന്നു. അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുക, നീ ഫോൺ ചെയ്ത് കഴിഞ്ഞോ? നീ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ? ഇതൊക്കെ കേട്ടിട്ട് അശ്വിനും ശ്രുതിക്ക് ഇങ്ങനെ എന്തോ ഡൗട്ട് പോലെ തോന്നുക. അപ്പോൾ ശ്രുതി പറയാം, മുത്തശ്ശി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി പോകുന്നത് നോക്കി നിൽക്കുകയാണ് അശ്വിൻ. ശ്രുതി തിരിഞ്ഞിട്ട് ആ സാരി നോക്കി ചിരിച്ചുകൊണ്ട് അശ്വിനെ നോക്കുന്നു. അശ്വിനും ആണെങ്കിൽ ശ്രുതിയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വിൻ മുറിയിൽ ചെല്ലുമ്പോൾ ആകാശ് വെറ്റ്സ് പ്രീതി എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അശ്വിൻ ഫ്ലെക്സ് നോക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ ശ്രുതിയെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആകാശ് പുറകെ വന്നിട്ട്, ചേട്ടാ എൻ്റെ ഡ്രസ്സ് ചേട്ടൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അശ്വിൻ യെസ് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഡ്രസ്സ് എടുത്ത് ആകാശിൻ്റെ കൊടുക്കുന്നു. ആകാശ് അത് വാങ്ങിയിട്ട് അശ്വിനോട് പറയുകയാണ്, ചേട്ടാ സ്നേഹിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, അതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ചേട്ടൻ്റെ ശ്രുതിയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, പ്രത്യേകിച്ച് ശ്രുതിയോട്. ശ്രുതി എന്ന ആ സൂയിസൈഡ് ഡ്രാമ നടത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ സ്നേഹം പ്രീതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ എപ്പോഴും മനസ്സിൽ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് എനിക്ക് പ്രീതിയോട് ആ ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന്. എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം ചേട്ടാ, സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വികാരമാണ്. അത് മറ്റൊരാളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ആകാശ് ഓരോന്ന് പറയുമ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിയെ പറ്റി തന്നെയാണ് ആലോചിച്ച് നിൽക്കുന്നത്. ആകാശ് പറയുകയാണ്, സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണ് നിറയുന്നത് നമുക്ക് സഹിക്കാനാവില്ല. അവരുടെ ആ സങ്കടം ഇല്ലാതാക്കാൻ നമ്മൾ എന്തും ചെയ്യും. അവരുടെ മുഖത്തെ സന്തോഷമാണ് നമുക്ക് വലുത്. അശ്വിൻ ചോദിക്കുക, പിന്നെ വേറെന്താ? അപ്പോൾ ആകാശ് പറയാ, അത് പിന്നെ വേറെന്താന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ സ്വയം സമർപ്പിക്കുന്നതായിട്ട് തോന്നും. അവരെ കുറച്ചു നേരം നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ വളരെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നും. പിന്നെന്താ? പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും അവർക്കായിട്ട് മാത്രം ജീവിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏട്ടാ. അല്ല ചേട്ടൻ എന്താ എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചത്? അപ്പോൾ അശ്വിൻ പറയുകയാണ്, ഒന്നുമില്ല, ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് തിരക്കിയാണെന്ന് പറയുമ്പോൾ ആകാശ് ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അശ്വിനാണെങ്കിൽ തൻ്റെ മനസ്സിൽ ആ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ എനിക്ക് ശ്രുതിയോടുള്ളത് പ്രണയമാണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്